കോഴിക്കോട്ട് സാമൂതിരിയുടെ നാവികത്തലവനായിരുന്നു എന്ന സാങ്കേതികത്വത്തിനപ്പുറം അറബിക്കടലിനെ അടക്കി വാണിരുന്ന നാവികനായിരുന്നു കുഞ്ഞാലി. അഡ്മിറൽ ഓഫ് ദി അറേബ്യൻ ഓഷൻ, അറേബ്യൻ സീ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത്. അഡ്മിറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നാവികൻ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥലോപം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അഡ്മിറൽ എന്ന് പറഞ്ഞാൽ ഈ നാവികപ്പടയുടെ തലവനെയാണ് അഡ്മിറൽ എന്നൊക്കെ പറയുക. നാവികൻ എന്ന് പറഞ്ഞാലോ ഒരു നാവികൻ, തുഴയൽക്കാരനും ആവാം നാവികൻ. പക്ഷേ ശ്രീലങ്ക മുതൽ ഇന്നത്തെ പഴയ സിലോൺ, കൊളംബോ മുതൽ ഇന്നത്തെ ഗുജറാത്തിൻ്റെ തീരം വരെയുള്ള അറബിക്കടലിൻ്റെ പ്രദേശം, അറബിക്കടലിനെ തൻ്റെ കച്ചവട സാമ്രാജ്യമാക്കി വികസിപ്പിച്ചിരുന്ന നേതാവായിരുന്നു, നാവികനായിരുന്നു, സൈന്യാധിപനായിരുന്നു കുഞ്ഞാലി. അദ്ദേഹം അറേബ്യക്കാരുമായിട്ടായിരുന്നു കച്ചവട ബന്ധമുണ്ടായിരുന്നത്. അതിനിടയ്ക്കിലേക്ക് പോർച്ചുഗീസുകാർ കടന്നു വന്നാണ് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇടയായതും. അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തി പിടിച്ചു, ഗോവയിൽ കൊണ്ടുപോയി പല കഷ്ണങ്ങളായി ഉപ്പിലിട്ട് കൊണ്ടുവന്ന് കണ്ണൂരിൽ തല നാട്ടി കേരളീയരോട് പോർച്ചുഗീസുകാരുടെ ക്രൂരത കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി കുഞ്ഞാലിമരയ്ക്കാരാണ്. അവസാനത്തെ രക്തസാക്ഷി ഞാൻ പറയും മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം വധിക്കപ്പെട്ടത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണെന്നിരിക്കലും അദ്ദേഹം വധിക്കപ്പെടാൻ ഇടയായ സാഹചര്യം ഉണ്ടായത് ഇന്ത്യയിലെത്തി ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ട് കാലം അദ്ദേഹം നടത്തി വന്നിരുന്ന, ഇവിടെ KEN സൂചിപ്പിച്ച തരത്തിലുള്ള ജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ളൊരു ദേശീയ പ്രസ്ഥാനം, ദേശീയ പ്രതിരോധ പ്രസ്ഥാനം സംഘടിപ്പിച്ചതിലുള്ള വിദ്വേഷം കൊണ്ട് സങ്കുചിതമായി അതിനെ കണ്ട ചില സങ്കുചിതമായിട്ടാണ് ദേശീയതയെ നിർവചിക്കേണ്ടതെന്നുള്ള കഠിന വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആൾക്കാരുടെ ഗൂഢശ്രമത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്.